അമ്മേ നാരായണ. എന്തോ തന്നെയല്ലേ വിളിച്ച ഭഗവാനെയാ? തന്നെ വിളിച്ചു. വരൂ. ഇംഗ്ലണ്ടിൽ അമ്പലമില്ലാതെ ഞാൻ വളരെ വിഷമിച്ചു. ഒരു നേരമെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. കൈമളായിരിക്കും, ഞാനിപ്പോ വരാം. എടാ മരം മണ്ടം കൈമളെ, നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചില്ല എന്റെ പേര് ശവന്നല്ലടാ. തന്നെ ഈ വീട്ടിൽ നടിച്ചിറക്കില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചു. താൻ ഇന്ന് വരെ കണ്ണാടി നോക്കിയിട്ടുണ്ടോ? വാണ്ട മൊന്ത ഉറങ്ങാ. ഒരു കാമദേവൻ നിൽക്കുന്നു, കണ്ടാച്ചാലും മതി. കാത്തിരുന്നു, അവളിപ്പോ മാലയും കൊണ്ട് പോയി. നമുക്ക് കാണാം. താൻ വെള്ളം ഒലിപ്പിച്ചോണ്ടിരുന്നോ? എന്നാ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം നമുക്ക് കാണാം. ആദ്യം മിസ്റ്റർ കൈമൾ കൊടുക്കും. താങ്ക് യു. ജലദോഷത്തിന് വിക്സ് നല്ലതാണ്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യ, വിക്സ് കൊള്ളത്തില്ല, അമൃതാഞ്ജന ഏറ്റവും നല്ലത്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ജലദോഷം മാറി. കഷ്ടമായി പോയി. ജലദോഷം മാറിയതോ? അല്ല, വെറുതെ കൊണ്ടുവന്നല്ലോ. സാരമില്ല, എനിക്കൊരു ജലദോഷം തുടങ്ങിക്കണം. അത് രണ്ടും കൂടെ വരും. കൊടുക്ക്. ഏതാ നല്ലതെന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് മറ്റേതങ്ങോട്ട് മടക്കി തരാം. പിന്നെ മോൾക്കൊരു സാരി വേണമെന്ന് പറഞ്ഞല്ലോ, നിനക്ക് ഏത് കളറാ ഇഷ്ടം? എനിക്കിഷ്ടം തൂവെള്ളയാ. പിന്നെന്താ വെള്ളയും വെള്ളയും? ഇഷ്ടല്ലേ? എനിക്കിഷ്ടമാ, ചോദിച്ചെന്നേ ഉള്ളൂ. എപ്പോഴും നിന്നെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ. എന്താ നോക്കുന്നത്? ഒന്നുമില്ല. നാളെ രാവിലെ എനിക്ക് ആഫീസിൽ കൊണ്ടുപോകാനുള്ള കണക്കുകളൊക്കെ ശരിപ്പെടുത്തി വെക്കണം കേട്ടോ. അല്ല, ഇതാരാ? കൈമളോ? ഇതെന്താ ഒരു വെള്ളമയം? തലമുടിയും കൂടെ വെള്ളം അടിച്ചാൽ ഭേഷാവും. അമേരിക്കയിൽ എന്റെ വേഷം ഇതാ, തണുപ്പല്ലേ, ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഗ്ലൗ വേണം. ഓ, അത് ശരി. ശോഭയ്ക്ക് ആണുങ്ങൾ വെള്ളം ധരിക്കുന്ന ഇഷ്ടമാണ്, പക്ഷേ കള്ളും സിഗരറ്റും ഉപയോഗിക്കുന്നത് ദേഷ്യമാണ്. അവള് പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം നിർത്തിയത്. ഗോല, ഇതെല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോയി കളാ. ഇന്നു മുതൽ ഈ വീട്ടിൽ മദ്യപാനമോ പുകവലിയോ പാടില്ല. കൈയും തലയും പുറത്തിടാമല്ലോ അല്ലേ? നിനക്ക് വട്ടളയ്യോ? എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവവും എനിക്കുണ്ടാവാൻ പാടില്ല. അതിനിടയിൽ ഭാര്യയായോ? ഞാൻ അവളെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞു. സങ്കല്പത്തിൽ താലിയും കെട്ടി. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞോ? പോടാ, എല്ലാം അങ്ങ് സങ്കല്പിച്ചാൽ മതി. നീ ഇതുവരെ അവളോട് സ്നേഹിക്കുന്നു പറഞ്ഞോ? ഇല്ല, ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ല. കാരണം അവളിൽ നിന്ന് എതിർത്തൊരു ഉത്തരം കിട്ടിയാൽ എനിക്ക് താങ്ങാനാവില്ല. ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്നാ വീട്ടുകാരോട് കല്യാണം ആലോചിക്കേ? അതിനും ഇപ്പൊ നിവൃത്തിയില്ല. ഒരു ഇടംകോല് കൈമൾ. വേണം 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 വേണം. മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ മകളുടെ കല്യാണത്തിന് മുമ്പ് വീടും കാറും ഒന്ന് AC ആക്കാൻ പോവാ. അത് ശരി. വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, യുണൈറ്റഡ് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ശംഭുവിനെ അറിയുമോ? അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. മിടുമിടുക്കൻ. നമുക്ക് അയാളെ ഒന്ന് കണ്ട് ഇതൊന്ന് മോഡേൺ ആക്കാനുള്ള ഒരു പ്ലാൻ വരപ്പിച്ചെടുക്കാം. അയാളാണ് മിടുക്കനെങ്കിൽ അയാളെ തന്നെ ഏൽപ്പിക്കാം. അതാണ് പുള്ളിക്കാരന്റെ മുറി. ചെന്നാട്ടെ, ഞാനിവിടെ ഒരാളെ കണ്ടുവരാം. നമസ്കാരം.
എടാ ഈ കൈമള് കളി പഠിച്ചവന് നിന്റെ നാരായണാവതാരം മാറി വിശ്വരൂപം പുറത്തു വരും. ഞാൻ ആ പെണ്ണിനെ കെട്ടുകയും ചെയ്യും. പാവം മൂപ്പിലാന്റെ വായിലെ തെറി മുഴുവൻ കേൾക്കുമായിരിക്കും. അതിനെന്താ, പക്ഷേ നമുക്കിതൊന്ന് വേഗം ശരിപ്പെടുത്തണം. മിസ്റ്റർ കൈമൾ അറിയോ ഇദ്ദേഹത്തിന്? നമ്മുടെ കണക്കെഴുത്തുകാരൻ നാരായണന്റെ സഹോദരൻ മിസ്റ്റർ ശംഭു, ഇവർ രണ്ടുപേരും ഇരട്ടപ്പെട്ടതാണ്. ഇത് മിസ്റ്റർ പുരുഷോത്തമൻ കൈമൾ. ഫ്ലാറ്റ് മീറ്റ് ചെയ്യും. എടാ പന്ന റാസ്കലേ, നിന്റെ ഉപ്പാപ്പയെ വിറ്റ കാശ് എന്റെ പോക്കറ്റിലുണ്ടടാ. നിന്റെ കളി കയ്യിലിരിക്കട്ടെ. അവന്റെ ഒടുക്കത്തൊരു ഇരട്ടപ്പേര്. നിന്റെ ഈ കളി എവിടം വരെ പോകുമെന്ന് കാണാമടാ. ഏതായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. സൗകര്യം കിട്ടുമ്പോ വീട്ടിലേക്കൊന്ന് വരണം. ദിവസവും വരുന്നുണ്ടല്ലോ. എന്താ ഇത്? നമ്മുടെ കാറിനകത്ത് വെക്കാനുള്ള AC-യാ. ഇത് നന്നായി ഫിറ്റ് ചെയ്ത് തരുന്ന ഏതെങ്കിലും നല്ല വർക്ക്ഷോപ്പ് ഈ സിറ്റിക്കകത്തുണ്ടോ നാരായണ? ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം. സ്റ്റാർ വർക്ക്ഷോപ്പ്. സിറ്റിക്കകത്തെ ഏറ്റവും നല്ല വർക്ക്ഷോപ്പാണ്. എന്നാ അവിടെ തന്നെ കൊടുത്തോളെ. ഓ, മോനാളി 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 ഭാര്യകൻ. അല്ല ഇവനെന്താ തേളുകുത്തിയുമായി ഓടുന്നത്? എടാ കൈവളെ, നീ ഇന്ന് കുടുങ്ങിയത് തന്നെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ? ഇത് എന്റെ വർഷോപ്പാ. സ്വന്തം വണ്ടിയും കമ്പനി വണ്ടികളും ഉൾപ്പെടെ 10-20 വണ്ടികളില്ലേ. അതിന്റെ ജോലിക്ക് വേറൊരു വർഷോപ്പിൽ പോകാനെന്ന് കരുതി ഞാനൊരു വർഷോപ്പ് തുടങ്ങി. ഓഹോ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ AC കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് ഫിറ്റ് ചെയ്യണം. നാളെ വന്ന് എടുത്തോണ്ട് നോക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. താങ്കൾ പോണം. ഞാൻ നാളെ കാറ് വീട്ടിലെത്തിച്ചോളാം. ഓക്കെ ഓക്കെ. ഇതാ അവിടെ വെച്ചേക്കും. നമ്മുടെ നാരായണനാണ് ഇവിടെ തന്നെ കൊണ്ടുവരണം നിർബന്ധിച്ചത്. അവന് നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. അല്ല അല്ല ദേശീയാർത്ഥ തയ്യാറെടുക്കണം. MD വത്സമയെ പോലെ ദരിദ്രവാസി. മുതലാളി ഭാര്യ കിണറ്റിൽ നിന്നാണോ വെള്ളം കുറുന്നെന്ന് ചോദിക്കാൻ വരികയായിരുന്നു. അട്ടിമറി കാരണം ഇന്ന് വാട്ടർ സപ്ലൈ ഇല്ല. കിണറ്റിൽ എന്ന് കേട്ടപ്പോ മുതലാളി ഇറങ്ങി കൂടി. ഞാൻ എന്ത് ചെയ്യാന്? ചേടാ, എന്തെല്ലാം പ്രതീക്ഷകളോടുകൂടിയായിരുന്നു ഞാൻ ഇറങ്ങി ഓടിയെന്ന് തനിക്കറിയാമോ? നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ ജീവിതത്തെ പറ്റി എന്തെല്ലാം സ്വപ്നം കണ്ടു. അവിടെ ചെന്നപ്പോ പുട്ടുകുറ്റി പോലെ ഇരിക്കുന്നു. വീണോന്ന് ചോദിച്ചപ്പോ 4 തെറിയും 2 തൊഴിയും. നിനക്ക് ഇപ്പോഴും 5 വയസ്സുള്ള കുട്ടികളുടെ സ്വഭാവമാണ്. ഇങ്ങനെ ലോകത്തുള്ള കലങ്ക് മുഴുവനും ഞാൻ എഴുതി വെക്കും. ഇതാണ് പറഞ്ഞത് കുട്ടിക്കളിയെന്ന്. എന്നാൽ നാളെ മുതൽ ഒരു വടിയും പിടിച്ച് മൂക്ക് കണ്ണാടിയിട്ട് മുത്തശ്ശിയിട്ട് വരാം. നീ മുത്തശ്ശിയായാൽ നല്ല രസം ഉണ്ടാകും. വേഗം കല്യാണം കഴിക്കാം. അമ്മയായാലല്ലേ മുത്തശ്ശിയാകാൻ പറ്റൂ. ആ, അമ്മയാകാൻ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. അങ്ങനെയുള്ള മോഹമൊന്നും വേണ്ട. ശരി, വേണ്ട. അമ്മയ്ക്ക് എന്റെ ഹൃദയത്തിന്റെ പുറത്ത് വരെ പ്രേം ശോഭ എന്ന് എഴുതി വെച്ചിരിക്കുക. നോക്കിയാൽ കാണാമോ? എന്നാ ഞാൻ നോക്കട്ടെ.
ശോഭയുടെ ചായ എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്കും. തന്നോട് ചോദിച്ചില്ലല്ലോ. ഇല്ലെങ്കിലും പറയേണ്ടത് പറയായിരുന്നോടല്ലോ. കണക്കെഴുതുമ്പോ മറ്റു കാര്യങ്ങൾ ആലോചിച്ചാൽ കണക്ക് വെക്കും. അത് മിസ്റ്റർ കൈമൾ പറഞ്ഞത് ശരിയാ, കണക്കെഴുതുമ്പോ തെറ്റും. അച്ഛാ, നാളെ വൈകിട്ട് കേണൽ നായരുടെ പാർട്ടിക്ക് പോണം, മറക്കരുത്. ഓ, അതിപ്പോഴാ ഓർത്തത്, പറഞ്ഞത് നന്നായി. കേണൽ നായരെ അറിയോ? ഇല്ല, അമേരിക്കയിലായിരുന്നു. ഏയ്, ഇവിടെ തന്നെ പട്ടാളത്തിൽ. നാളെ പാർട്ടിക്ക് വരുമ്പോ ഞാൻ പരിചയപ്പെടുത്താം, നമുക്ക് ഒരുമിച്ച് പോവാം. നാളെ എനിക്കും ഒരു അവധി തരണം. എന്തിനാ? അച്ഛന് തീരെ സുഖമില്ല, ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. ശരി, നാളെ ലീവ് എടുത്തോളൂ. ഹലോ മിസ്റ്റർ മേനോൻ. ഹലോ. ഇരിക്കും. ഹലോ. ആ, ഇരിക്കും. ശംഭു, ഇതെന്റെ മകൾ ശോഭ. ഹലോ. ഹലോ. പിന്നെ ഇത് നമ്മുടെ നാരായണന്റെ സഹോദരൻ ശംഭു, ഒരു വലിയ ബിസിനസ്സുകാരനാ. രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ശോഭേ, നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം വേഷം കെട്ടുന്നു. ശംഭുവിനെ അറിയില്ലേ മിസ്റ്റർ കൈമൺ? ഹലോ. പിന്നെ കൊള്ളാം. ഒറ്റയ്ക്ക് സ്റ്റൈലില് ശോഭയോടൊപ്പം നടക്കാന്ന് കരുതി അല്ലടാ പരമ ദരിദ്രവാസി. ഇതാണല്ലോടാ നിന്റെ അച്ഛന്റെ അസുഖം. ഞാനൊന്ന് തീർത്തു തരാം. അച്ഛന് സുഖമില്ലെന്ന് നാരായണൻ പറഞ്ഞു. അതെ. ഏയ്, അത് സാരമില്ല, ഒരു ചെറിയ വാദത്തിന്റെ അസുഖം. ഏതായാലും നമ്മുടെ നാരായണന്റെ അച്ഛനല്ലേ, സുഖമില്ലാതെ കിടക്കാൻ സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി കാണണം, അതാണ് മര്യാദ. ഏയ്, അത്രയ്ക്കൊന്നുമില്ല. ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, അച്ഛനൊന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ. ഞാനും വരാം. ഇറങ്ങട്ടെ. വരട്ടെ. അവര് വരാറായി. സാറേ, എനിക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. അവര് വന്നെന്ന് തോന്നുന്നു. മിണ്ടാ കിടന്നോ. അച്ഛാ, ഇതാണ് ശ്രീ രാമൻ മേനോൻ. നമസ്കാരം. ഇരിക്കൂ. നാരായണൻ അവിടെ? നാരായണൻ വെളിയിൽ പോയിരിക്കുക. അച്ഛാ, ഇതാണ് കൈമൾ. അറിയും. വലിയ ബിസിനസ്സുകാരനാ. ഓഹോ, അതിപ്പോഴാ മനസ്സിലായത്. ഓഹോ, അത് ശരി. അപ്പോ നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? മുതലാളി തൊഴിലാളി ബന്ധം. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു അല്ലേ? അതെ അതെ, സുഖമില്ലായിരിക്കുമല്ലേ, അധികം സംസാരിക്കാം. വാദം എന്റെ കാലിന് വായിക്കല്ലോ. എങ്കിലും നമ്മുടെ പരിചയത്തെ കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ ദേഹം വിളക്കേണ്ടി വരും. മിസ്റ്റർ കൈമൾ, താങ്ക് യു. നിൽക്കാം. അമേരിക്കയിലൊക്കെ സാധാരണ ആളുകൾ കൂടുതൽ നേരവും നിൽക്കുകയാണ് പതിവ്. ആഹാ, അതെന്താ അവിടെ കസേരയില്ലേ? ഉണ്ട്, എങ്കിലും ഒരു ഒരു മിസ്റ്റർ മേനോൻ, നമുക്ക് പോകാം. എനിക്കത് ധൃതിയുണ്ട്. മേനോ സാറിനെ കൊണ്ട് അച്ഛനെ കാണിക്കണമെന്ന് കൈമളിലാരും നിർബന്ധം. ഓഹോ, കണ്ടതിൽ വളരെ സന്തോഷം. ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ വലിയ കൃത്യനിഷ്ഠക്കാരനാ. അറിയാം. നാരായണനോട് ഞാൻ അന്വേഷിച്ചായി പറഞ്ഞു. ശരി. സാറിന്റെ പ്ലാൻ പൊളിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ അവന്റെ അമ്മൂമ്മയുടെ ഒരു അമേരിക്ക. സാറേ, സംഗതി ഒത്തുകിട്ടിയ കല്യാണത്തിന് എന്നെ ക്ഷണിക്കണം. നല്ലൊരു സദ്യ കൊണ്ടിട്ട് കുറെ കാലമായി കേട്ടോ. തല്ലും തന്നു വേണം നിന്നെ അയക്കാനുള്ളത്. പിന്നെ ഞാനായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. മുതലാളി, നീ ഒന്നും പറയണ്ട. ഇനിയും നിന്നെ ഞാനിവിടെ വെച്ചോണ്ടിരുന്ന നാളെ ഈ വർഷാപ്പും എന്നെയും ചേർത്ത് നീ മറ്റു വല്ലവർക്കും വിറ്റ് കാശാക്കും. ശമ്പളം കുറച്ചായാലും മതി മുതലാളി, എനിക്ക് എല്ലാ പണിയും അറിയാം. നിനക്ക് എല്ലാ വൃത്തികെട്ട പണിയും അറിയാം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. നീ വേഗം സ്ഥലം വിട്. അപ്പൊ എനിക്ക് പണിയില്ല? ഇല്ല. ഒരാൾക്ക് ജോലി കൊടുക്കാൻ തന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണോ മുതലാളൻ പറഞ്ഞ് ഇവിടെ കയറിയിരിക്കുന്നത്?
ഗുഡ് ബൈ. അങ്ങനെയാണെങ്കിൽ വിവാഹം ഉടനെ നടത്തിക്കളയാം. പാസ്പോർട്ട് ഉണ്ടല്ലോ അല്ലേ? ഉടൻ തന്നെ ഹണിമൂൺ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. എന്റെ ബന്ധുക്കളെല്ലാം പുറത്താണ്, അതുകൊണ്ട് വിവാഹത്തിന് ആരും ഉണ്ടാവില്ല. അത് സാരമില്ല, അതിനെന്താ, അവരെല്ലാം അങ്ങോട്ട് പോയി കാണാമല്ലോ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഉടൻ തന്നെ ഒരു നല്ല മുഹൂർത്തം നോക്കിച്ച് കളയാം. നാളെ നല്ലൊരു മുഹൂർത്തം ഉണ്ടെങ്കിൽ നാളെ നടത്താൻ ഞാൻ തയ്യാറാണ്. കാറില്ല, ഞാൻ നടന്നാ വന്നത്. വാക്കിംഗ് നല്ലൊരു വ്യായാമോ. അത് ശരി, ഇന്ന് മുതൽ ഞാനും നടന്ന് ശീലിക്കാൻ പോവാ. ഇരുന്നിരുന്ന് കുമ്പ വലുതായി. ആഹാ. ഒരു ഗ്ലാസ് കൂടെ ഒഴി. നാളെ നേരത്തെ വരണം. നിങ്ങളുടെ വാദം മാറിയോ? വാദമോ? ഒരു പോക്കിരുന്ന മഴയുണ്ടല്ലോ. നോക്കണോ എനിക്ക് വാദമോ ഗീതമോ ഉണ്ടോന്ന്? എന്നെ മനസ്സിലായോ? രാമമേനോൻ. ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. അങ്ങനെ വിടാൻ പറ്റില്ല. നിങ്ങളവിടെ സോറി. സാറേ, ഒരു നീലക്കുപ്പായിട്ടൊരു മധ്യവയസ്കൻ ഇതിലെങ്ങാൻ പോകുന്നുണ്ടോ? ആരും ഇതിലേ പോയില്ല സാറേ. പോയി. കള്ളക്കളവേ, അന്തപ്പെട്ട ഹോട്ടലല്ലേ ഓടുന്നത്. വയസ്സുകാലത്ത് അയാൾ രക്ഷപ്പെട്ടു. അപ്പാ